നല്ല വൃത്തിയുണ്ടല്ലേ കാണാൻ. പക്ഷേ അതിന് തൊട്ട് മുന്നത്തെ കൊലന്ത് ഇതായിരുന്നു. അതായത് ഇതിൽ പലതും ഇവർ കളിക്കുന്നില്ലെങ്കിൽ പോലും ഇതിൻ്റെ ബോർഡ് ഗെയിംസിൻ്റെ പലതും ഓപ്പൺ ചെയ്തിട്ട് ഒന്നിൻ്റെ ഇത് മറ്റേതിലേക്കും അതിൻ്റെ ഇത് ഇതിലേക്കും നടക്കുക എന്നുള്ളതാണ് ഇവർ ഏക വിനോദം. കളിച്ചില്ലെങ്കിലും ഇതൊരൊറ്റ ആളും മതി ഇതെല്ലാം ഇങ്ങനെ പരത്താൻ. ഇത് ഈ വീട്ടിൽ കുട്ടികൾ ഈ വക സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കുന്ന പാരൻസും ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം മനസ്സിലാവുന്നതായിരിക്കാം ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഇത് മൊത്തം എടുത്തിട്ട് പരത്തിയിട്ടാലേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. നാട്ടിൽ പോണതിൻ്റെ ഭാഗമായിട്ട് എല്ലാതും ഒന്ന് അടക്കി പറക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ റെൻറ്റും കൂടിയാണല്ലോ. കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് റൂമിൽ കയറിയതായിരുന്നു ഞാൻ. ഇതൊക്കെ ഇന്നും ഇവിടെ നടക്കുന്നതാണ്. രാത്രിയാകുമ്പോൾ ഇതേപോലെ ഒതുക്കി വെച്ച് ഇതാക്കുന്ന കാരണം ഞാൻ അങ്ങനെയും നിന്നു. പക്ഷെ ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി ഇത് മൊത്തത്തിൽ കൊളായി കിടക്കുകയായിരുന്നു. ഇത് മാത്രമല്ല അതിൻ്റെ പിന്നാലെ വേറെയും പണി വരുന്നുണ്ട്. ഇപ്പം ഈ ഒതുക്കി വെച്ചിരിക്കുന്നത് ചെസ്സാണ്. ചെസ്സ് കളിക്കാൻ അറിയില്ലെങ്കിൽ എന്താ, ഇതെടുത്തിട്ട് ഈ വൈറ്റും ബ്ലാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏക വിനോദം. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണ് ന്യൂട്ടൺസ് ആപ്പിൾ. ഇതിലില്ലാത്ത സാധനങ്ങളില്ല. ചില്ല, കൊമ്പ്, ആപ്പിള്. ഈ ഒരു ആപ്പിൾ ഒരു 10-60 ആപ്പിളുണ്ട്. ഇതൊന്നും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് കളിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം അടക്കി പറക്കി വെച്ച് ഒതുക്കി വരുമ്പോൾ നമ്മൾ അമ്മമാർക്ക് കിട്ടുന്നൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. അത് വേറെ തന്നെ ഒരു കിക്ക് കിട്ടുന്നൊരു സംഭവമാണ്. എനിക്കിത് ഈ പരത്തിയിട്ട് ഞാൻ കൂടുതൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. പക്ഷേ ഇടയ്ക്ക് കയറിയിട്ട് നമ്മളും കൈവയ്ക്കും ഇതെല്ലാ എണ്ണങ്ങളും കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു എണ്ണിത്തിട്ടപ്പെടുത്തലാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ എന്തൊരു സമാധാനമാണെന്ന്. നിങ്ങൾ വിചാരിക്കും ദോട് കഴിഞ്ഞു എന്ന്. ഇല്ല, ഇനി വരാൻ കിടക്കണേ ഉള്ളൂ.